ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്നത്തേത് ഒരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ കൂർഗ് പോയ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഭയങ്കര ലെങ്തി വീഡിയോ ആണ്. അത് കാരണം ഞാൻ 2 പാർട്സായിട്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമ്മൾ കൂർഗിൽ പോകുന്ന വഴിയാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ പാപ്പീസ് കോഫി ഐലാൻഡ് പ്ലാന്റേഷൻ വിസിറ്റ്. അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന് കണ്ടു. അപ്പം അവിടെ ടിക്കറ്റ് എടുത്ത് അവിടെ കയറുവാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ പ്ലാന്റേഷൻ വിസിറ്റാണ് കാണുന്നത്. കോഫി പ്ലാന്റ്സും ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും അങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ അതൊരു എഡ്യൂക്കേഷണൽ വിസിറ്റ് ആയിക്കോളും ഇങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ ഒരു കേവ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കേവിൽ കൂടാണ് ഇനി പോകാൻ പോകുന്നത്. മോൻ ഇവിടെ ഒരു സ്പൈഡറിനെയൊക്കെ കണ്ട് പേടിച്ച്, അവന് ഏറ്റവും പേടിയുള്ള സാധനമാണ് സ്പൈഡർ. എവിടെ സ്പൈഡർ ഉണ്ടെങ്കിലും അവൻ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്പൈഡറിനെയൊക്കെ കണ്ടുപിടിച്ചു ആശാൻ. ഇതാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചാണ് നമ്മൾ മെയിൻ കയറിയത്. പക്ഷേ അത് അണ്ടർ മെയിൻ്റനൻസ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. അതിൻ്റെ സൈഡിലൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പിന്നെ ഞങ്ങൾ കണ്ടത്. ഇനി നമ്മൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിച്ചത് കൂർഗ് ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് കയറി. ഇനി ഞങ്ങൾ സെക്കൻഡ് ഡേ ഹരംഗി ട്രീ പാർക്ക് ആൻഡ് എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു. ഒരുപാട് ദൂരം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു. അവിടെ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കണ്ടില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആനേനെ കണ്ടു. കുളിക്കാൻ ഇറങ്ങിയേക്കുമായിരുന്നു ആന. അപ്പോൾ കുട്ടികളെ ആ കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്തു. സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. വെയിൽ അടിക്കുമ്പോൾ നല്ല പൊള്ളുന്ന ചൂടാണ്. പക്ഷേ നമുക്ക് വിയർക്കത്തില്ല. അതാണ് ഒരു മെച്ചം. അങ്ങനെ ഞങ്ങൾ നടന്ന് എലിഫൻറ്റ് ക്യാമ്പിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ആനയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ 100 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2
2 പ്രാവശ്യം അതിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ളത് കിട്ടും. ഇവിടെ പിന്നെ ഉള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടാണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമായിരുന്നു, തിരക്കോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ വെയിലൊന്ന് കുറയാൻ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ബോട്ടിംഗ് മതി എന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ ഇതൊക്കെ ആസ്വദിച്ച് അവിടെ ഒരു ക്യാൻറ്റീൻ പോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്ന് വെയിലൊക്കെ മങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങിയത്. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് ഈ വഴി നടന്ന് ബോട്ടിൽ കയറേണ്ടത്. ഇവിടെ നമുക്ക് ഓൺലി 5 മിനിറ്റ്സ് ടൈം തരുന്നുള്ളൂ സ്പീഡ് ബോട്ടിങ്ങിന്. പക്ഷേ ആ ഒരു 5 മിനിറ്റ്സും നല്ല കാഴ്ചകൾ, നല്ല വ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ ക്ലൈമറ്റും അപ്പം നന്നായിട്ട് കൂളായിട്ടുണ്ടായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു സ്പീഡ് ബോട്ടിങ് ആ സമയത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ അന്നത്തെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. തിരിച്ച് റൂമിൽ ചെന്ന് ഞങ്ങൾ ഫ്രഷൊക്കെ ആയതിന് ശേഷം ഡിന്നറിന് ഇറങ്ങി. തേർഡ് ഡേ ആയപ്പോൾ ഞങ്ങൾ മടിക്കേരി പാലസ് ആൻഡ് ഫോർട്ട് കാണാനായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കും കാണുകയൊക്കെ ചെയ്യാം. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഫോർട്ട് കാണാം. അപ്പോൾ അവിടേക്കാണ് ഇനിയും പോകുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ പഴയ ബിൽഡിങ്സ് കിടക്കുന്ന കാണാം. ഇനി അവിടെ തന്നെ ഒരു ഗവൺമെൻറ് മ്യൂസിയം വെച്ചിട്ടുണ്ട്. സോ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്കുള്ളിൽ കയറി കാണാം. ടിക്കറ്റ് അപ്പോൾ പേടിഎമ്മും ജിപേ അവിടെ ഒന്നും വർക്കിംഗ് അല്ല, നമ്മൾ ക്യാഷായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. പലതരം ശില്പങ്ങളും ഇവിടെ കാണാം. അതുപോലെ അവർ യൂസ് ചെയ്ത വെപ്പൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇട്ടിരുന്ന വസ്ത്രങ്ങൾ അതുമൊക്കെ ഡിസ്പ്ലേക്ക് ഇതുപോലെ ഈ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്.
ഇനി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഗാർഡൻ സെറ്റപ്പാണ് കാണുന്നത്. ഗാർഡനിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ പല സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് പാർട്ട് 1. ഇനിയിപ്പോൾ പാർട്ട് 2 ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.